ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ അടുത്ത എപ്പിസോഡ് തുടങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ അയൺ ഫാമിൻ്റെ പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓഫിൽ ഇരുന്നിട്ട് ഈ അയൺ ഫാമിൻ്റെ അകത്തേക്ക് വില്ലേജേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു വെള്ളം ഇങ്ങനെ വെച്ചിട്ട് പുഴ പോലെ ആക്കി വെച്ചിട്ടാണുള്ളത്. ഇത് ഇതിലിങ്ങനെ ബോട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതിലെ കൂടി അങ്ങനെ താഴേക്ക് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് നമ്മളവിടെ ഈ റിവറിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ അങ്ങേയറ്റത്താണ് മറ്റേ നമ്മുടെ ബ്രീഡറിൻ്റെ അകത്തുനിന്ന് വില്ലേജർ വന്ന് വീഴുന്ന കളക്ഷൻ ഏരിയ. അവിടെ നിന്ന് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവിടാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ റൂഫിൻ്റെ ബാക്കി പണി ചെയ്യാം. ഇത് ഇവിടെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാനുണ്ട്. 2 ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുണ്ട് എല്ലാ ഭാഗത്തും. സ്റ്റോൺ തീർത്തോ? ഓക്കെ, പോയിട്ട് സ്റ്റോൺ എടുത്തിട്ട് വരാമെന്നോ. ഓക്കെ, ഇനി ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി പരിപാടി ചെയ്യാം. ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളായി. ഓക്കെ, ഇതിൻ്റെ ബോർഡർ വെക്കാം. ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ വെച്ച് ഇനി ഇതിങ്ങനെ കണക്ട് ചെയ്ത് പോയാൽ മതി. താഴെ ഫുൾ ലോക്കാം. പിന്നെയും ബ്ലോക്ക് എടുത്തോണ്ട് വന്നിട്ട് ഫുൾ വെക്കാണ്. ഓക്കെ, ഇവിടെ ഇതുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ ലീഫ് നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലീഫ് കിട്ടും. അപ്പോൾ ഈ ലീഫ് നമുക്ക് മുകളിൽ ഇതിൻ്റെ ബോർഡറിൻ്റെ മുകളിൽ സ്പോൺ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് വേണ്ടത്. ഇതിങ്ങനെ ഷെയർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതങ്ങ് കിട്ടും. അപ്പോൾ ആ മരവും കൂടി നമുക്ക് അവിടെ നിന്ന് ഒരു വ്യൂ കട്ടാവുന്നതും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ബാക്കി ബോർഡറും കൂടി വെക്കട്ടെ. ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ അപ്പരൊഴിഞ്ഞു. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ ഫുള്ള് ലീഫ് വെക്കണം. ഓക്കെ, വൈകുന്നേരം ആവുന്നുണ്ടല്ലേ, രാത്രി ആവുന്നുണ്ട്. ഇവിടെ തന്നെ കിടന്നുറങ്ങാൻ തോന്നുന്നു. നമുക്ക് ലീഫ് ഇവിടെ വെക്കാനുള്ള പരിപാടി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫുള്ള് ലീഫ് ഇങ്ങനെ നിരത്തി വെക്കാം. കുറച്ചും കൂടി ലീഫ് നമുക്ക് ഷെയർ ചെയ്തെടുക്കണം. അങ്ങനെ ഇത് 10 ഉള്ളൂ. ഇത് നമുക്ക് എന്തായാലും തികയില്ലല്ലോ. ഓക്കെ, കുറേ ലീഫ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെക്കാം ഇതിൻ്റെ മുകളിൽ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇനി ലീഫ് ഇങ്ങനെ വെക്കാം. ലീഫ് മുഴുവനായിട്ട് വെക്കാം. ഓക്കെ ഓക്കെ ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത് നമുക്ക് പിന്നീട് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെയാണ് ഡേർട്ട് വെച്ചിട്ട് വെള്ളം ഒഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കട്ടെ. ഇത് 4 എണ്ണം, ഇവിടെ ഇങ്ങോട്ട് 3, ഇവിടെ 2, ഇവിടെ 1 എണ്ണം കൂടി. ഓക്കെ, റൈറ്റ്, ചേരട്ടെ. ഇവിടെ ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ സെൻറ്ററിൽ പോയിട്ട് വേണം. ഇനി ഇപ്പുറത്തെ ഭാഗത്തും കൂടി ആക്കാം. കൂടി ഇവിടെ 1, 2, 1 കൂടി. ഓക്കെ, ഇനി ഇവിടെയാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഡേട്ടല്ല പൊട്ടിക്കട്ടെ. വെള്ളമുണ്ടോ? ഓക്കെ, വെള്ളമുണ്ട്. ഈ വെള്ളം നമുക്കിവിടെ ഒഴിച്ച് നോക്കാം. കറക്റ്റ് അവിടെ സെൻറ്ററിൽ പോയി നിൽക്കണം. ഓക്കെ, കറക്റ്റ് അവിടെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം തിരിച്ചെടുക്കാം. എന്നിട്ട് അവിടെ ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഈ സാധനം നമുക്കങ്ങ് അടക്കാം. കാരണം ഇത് ഇനി വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ഒഴുകി താഴോട്ടേക്കൊക്കെ പോകും. അത് പണി കിട്ടും. ഓക്കെ, ഇതങ്ങ് അടക്കാം. എന്നിട്ട് നമുക്ക് ഈ അയൺ കളക്ട്
കണക്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം. ഇവിടെ ഹോപ്പറും പിന്നെ നമ്മളെ പെട്ടിയൊക്കെ വെക്കണം. ഓക്കെ, പെട്ടി ഉണ്ടാക്കാം. ഹോപ്പർ ഉണ്ടാക്കാൻ ഓക്കെ, ഹോപ്പർ ഓക്കെ, 4 3 മതി. ഒരു ക്യാമ്പ് ഫയറും കൂടി വേണം. ബോക്സ് ഉണ്ടാക്കേ, ചെസ്റ്റ് ഉണ്ടാക്കട്ടെ കുറച്ച്. ഓക്കെ, ക്യാമ്പ് ഫയർ 3 ഒരു ക്യാമ്പ് ഫയർ മതി. ഓക്കെ, ഒരു ക്യാമ്പ് ഫയർ നമുക്ക് ഇവിടെ വരും. ഇത് നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ തോന്നുന്നു. നമ്മുടെ ഇതിപ്പോൾ എന്താ ഫുഡുള്ള കുക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു ബീഫ് ഓക്കെ, റോ ബീഫ് ഉണ്ട്. നമുക്ക് ബീഫ് സ്റ്റേക്ക് ആക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നോ ഇതൊന്നോ അതിൻ്റെ അടുത്ത് പോയിട്ട് ഡാമേജ് കിട്ടിയതാണ്. ഓക്കെ, ഒരു ചിക്കനും കൂടി ഉണ്ട്. ആ ചിക്കൻ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നോക്കാം. എവിടെ ബീഫ് എവിടെ പോയി? ബീഫ് കാണുന്നില്ല, ബീഫിനെ കാണുന്നില്ല. ബീഫ് എങ്ങോട്ട് പോയോ? കൈ കിട്ടിയോ? ഇല്ല, കൈ കിട്ടിയില്ല. എവിടെ? ചേട്ടാ ഓക്കെ കിട്ടി. ഇപ്പുറത്തെ സൈഡിലേക്കും അത് തെറിച്ച് പോയത്. ഓക്കെ, കുക്കായി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലോട്ട് പോകും. ഓക്കെ, നമുക്ക് കുറച്ച് ഗ്ലാസ് ഉണ്ടാക്കണം. ഗ്ലാസ് ഉണ്ടാക്കണമെങ്കിൽ സാൻഡ് തീർന്നു പോയി. നമുക്കൊന്ന് സാൻഡ് പൊട്ടിച്ചെടുക്കാം. ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് പോയിട്ട് നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഒരെണ്ണം കൂടി ഉണ്ടല്ലേ. ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ട് ഓൾറെഡി ലോഗ് ഉണ്ട്. കുറച്ചും കൂടി ലോഗ് വെക്കേണ്ടി വരും. നൈറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഇനി ഇവിടുന്ന് കുറച്ച് ഇത് പൊട്ടിച്ച് കളയാം. നമുക്ക് ഹോപ്പറും ചെസ്റ്റും വെക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഉണ്ടാക്കാം. ഒരെണ്ണം ഇവിടുന്നും ഇപ്പുറത്തും പൊട്ടിക്കണം. ഇനി ഇത് ഹോപ്പർ വെക്കാൻ സ്പേസ് ഒരു 3 ഹോപ്പർ വെക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു ക്യാമ്പ് ഫയറും കൂടി വെക്കണം. നമുക്ക് ഈ ക്യാറ്റ് സ്പോണാകുമ്പോൾ കൊല്ലാൻ വേണ്ടിയിട്ട്. അത് വർക്കാവുമെന്ന് എനിക്കറിയില്ല, എനിക്ക് ഡൗട്ടുണ്ട്. ചെസ്റ്റ് 1 2 ഒക്കെ ഡബിൾ ചെസ്റ്റ് തുറക്കാൻ പറ്റുന്നുണ്ട്. ഒരു ഹോപ്പർ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഓക്കെ അതിലേക്ക് പോകും. ഇനി ഒരെണ്ണം ഇപ്പുറത്തെ സൈഡിലും. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് എന്തെങ്കിലും സാധനം ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് വരേണ്ടതാണ്. ടെസ്റ്റ് ചെയ്യണോ? ഓക്കെ, കയ്യിൽ എന്താ ഉള്ളത്? എന്തെങ്കിലും കുറച്ച് സാധനം എടുത്തത്. ഓക്കെ, അയൺ എടുത്തത്. ഓക്കെ, അയണിട്ടിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഓക്കെ, ചെസ്റ്റിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, റെഡി. അതായി. നമുക്കിവിടെ ഗ്ലാസ് വെക്കണം. നമുക്ക് പോയിട്ട് ഗ്ലാസ് എടുത്തിട്ട് വരാം. ഓക്കെ, ക്യാമ്പ് ഫയർ ഇതിൻ്റെ മുകളിൽ വെക്കാം. ഇവിടെയാണ് വെക്കേണ്ടത്. ഓക്കെ, നടുക്കത്തേൽ. ഇനി ഗ്ലാസ് എടുത്തിട്ട് വരാം. ഓക്കെ, ഇവിടെ 1 2 3 ഇവിടെയും ഇതിൻ്റെ മുകളിലും വെക്കണം. 3. ഓക്കെ, ഇനി സൈൻ ബോർഡ് ഒരെണ്ണം നേരെ അവിടെ, പിന്നെ ഒരെണ്ണം കൂടി അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ക്രൗച്ച് ചെയ്തിട്ട് വയ്ക്കുക. അപ്പോൾ അത് 2 ഇനി ഒരു ബ്ലോക്ക് ഇവിടെ വെച്ച് അതിൻ്റെ മുകളിൽ ഒരെണ്ണം വെക്കണം. ഫ്രണ്ടിൽ തന്നെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ സെൻറ്റർ നോക്കിയിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുമല്ലേ? ഇവിടെ ഓക്കെ, അതിന് മുകളിൽ വന്നിട്ടുണ്ട്. ഇനി അവിടുത്തെ സൈഡിൽ ഒന്ന്, ഈ സൈഡിലൊരെണ്ണം, ഇനി ഇപ്പുറത്തെ സൈഡിലും കൂടി വരണം. അപ്പോൾ ഇങ്ങനെ സെറ്റപ്പായി. ഓക്കെ, ഇനി ഒരു ലാവ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതവിടെ നിന്നോളും. ഓക്കെ, ഇനി നമുക്ക് വെള്ളം എടുത്തിട്ട് ഇവിടെ ഒഴിക്കണം. ഇനി ഒരു വെള്ളം ഇപ്പുറത്തെ ഭാഗത്തും കൂടി ഒരു വെള്ളം ഒഴിക്കട്ടെ. ഓക്കെ, അത് റെഡി. അത് സെൻട്രൽ പോയി നിൽക്കുന്നുണ്ട്. ഇനി ഈ ഡേർട്ട് ബ്ലോക്കൊക്കെ പൊട്ടിച്ച് കളയാം. ആക്ച്വലി ഡേർട്ട് ബ്ലോക്കൊന്നും ഇവിടുന്ന് പോകുന്നില്ല, ക്യാമ്പ് ഫയറിൽ തടഞ്ഞിട്ട്. അപ്പോൾ ഈ ക്യാമ്പ് ഫയർ നമുക്ക് പൊട്ടിച്ച് കളയാം. അപ്പോൾ ക്യാമ്പ് ഫയറിൻ്റെ സാധനം വർക്ക് ചെയ്യില്ല. ഓക്കെ, സാധനങ്ങളൊക്കെ താഴോട്ട് പോയാൽ ഓക്കെ, നമ്മളെ സാധനം തിരിച്ചെടുക്കാം. ഇങ്ങോട്ട് വരുന്നുണ്ട്.
നമ്മളെ വില്ലേജറിനെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. ബോട്ട് എടുത്ത് വന്നിട്ടുണ്ട്. ബോട്ട് ഇവിടെ വെച്ച് ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ചെക്കൻ ഇതിനകത്ത് കയറേണ്ടതാണ്. ഓക്കെ, ഇവൻ അവിടെ തന്നെ ഉണ്ട്. ഇവൻ വലുതായില്ല, കുറേ നേരമായല്ലോ. ഓക്കെ, കയറിയിട്ടുണ്ട്. ഇനി ഈ ബോട്ട് നമുക്ക് തിരിച്ചിട്ട് ഓടിച്ച് പോവാം. ഓക്കെ, തിരിയട്ടെ. ഓക്കെ ഓക്കെ, എന്നാൽ പോട്ടെ. റൈറ്റ്. ഓക്കെ, അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. വൈകുന്നേരമായി. പെട്ടെന്ന് ഇവനകത്ത് കയറേണ്ട എനിക്ക് പണിയിട്ടു. ഇതിനകത്ത് കുറച്ചും കൂടി തിരിക്കുക. ഓക്കെ, താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറിക്കോളും. പുറത്ത് പോകാനാവില്ലല്ലോ, അവിടെ വെള്ളം ഉള്ളതുകൊണ്ട് പുറത്ത് പോകാൻ പറ്റില്ല. ഓക്കെ, കയറിക്കും പോണേ. ഇവിടെ കയറിയിരുന്നു. രാത്രിയാവുന്നുണ്ട്. ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ പോയിട്ട് ഇനി എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ. ഇവിടെ ഇപ്പം ഓക്കെ, നമ്മളെ ബ്രീഡറിൽ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പാർട്ടിക്കിൾ വരുന്നുണ്ട്. ആൾ വന്നെന്ന് തോന്നുന്നു. അതേ പോകുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഇവനെ ഇവിടെ കളക്ഷൻ സെൻറ്ററിലേക്ക് പോയിട്ട് നിന്നോളൂ. ഇനി ബാക്കി പരിപാടി നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, റെഡി. ബൈ.